ഇസ്ലാം വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കാൻ പറഞ്ഞതാണ്. വളരെ അനിവാര്യ ഘട്ടത്തിലല്ലാതെ കടം വാങ്ങരുതേ എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ഒരു വലിയ അഭിമാനം എന്ന നിലക്ക് തൻ്റെ പേഴ്സുകളിൽ ക്രെഡിറ്റ് കാർഡുകളുടെ കൂമ്പാരവുമായി നടക്കുന്ന എത്രയോ ആളുകൾ ബാങ്കുകളുടെ കെണിയിൽപ്പെടുകയാണ്, ബ്ലേഡ് കമ്പനിയുടെ കെണിയിൽപ്പെടുകയാണ്. ആർഭാടത്തിനും അനാവശ്യത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും പൊങ്ങച്ച പ്രകടനങ്ങൾക്കും വേണ്ടി കടം വാങ്ങിക്കൂട്ടിയിട്ട് അത് വീട്ടാനാവാതെ പിന്നീട് മുങ്ങേണ്ടി വരികയാണ്. ആളുകൾക്കിടയിൽ നിന്നവന് മറ്റൊരു നാട്ടിലേക്ക്, പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് ഒളിച്ചോടി പോകേണ്ടി വരുന്നു. ഉറങ്ങാൻ കഴിയാതെയാകുന്നു, ഭക്ഷണത്തിന് രുചി നഷ്ടപ്പെടുന്നു, കണ്ടിരുന്ന ആളുകളെ കാണാൻ കഴിയാതെ തലയുയർത്തി നടക്കാനാവാതെ നാണം കെടേണ്ടി വരുന്നു. 5 നേരം നിസ്കാരത്തിന് തൻ്റെ ജമാഅത്തിന് പോയിരുന്ന പള്ളിയിലേക്കോ ജുമഅക്ക് പോയിരുന്ന പള്ളിയിലേക്കോ പോലും പോകാൻ കഴിയാതെ അത്രത്തോളം അയാൾ നാണം കെട്ട ഒരവസ്ഥയിലായി മാറുന്നു. ഒരുപാട് കളവുകൾക്ക് മീതെ കളവുകൾ അയാൾക്ക് പറയേണ്ടി വരുന്നു, വാഗ്ദത്തങ്ങൾ ചെയ്യുന്നു, ലംഘിക്കേണ്ടി വരുന്നു. ഇതൊക്കെ കടക്കെണി കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. കൂട്ട ആത്മഹത്യകൾ, കുടുംബങ്ങൾ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട്? കടക്കെണിയിൽപ്പെട്ടു. താമസിക്കുന്ന വീടും പറമ്പും വരെ ജപ്തി ഭീഷണി നേരിട്ട് ബാങ്കുകാർ കൊണ്ടുപോകാൻ വന്ന് നിൽക്കുകയാണ്. വിഷം കഴിച്ച് കൂട്ടമായി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. എന്തിനു വേണ്ടി? കടത്തിൻ്റെ കെണി അത്രത്തോളമാണ് പ്രിയമുള്ളവരെ.